ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടാണല്ലോ അല്ലേ ഇരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ടൂൾസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ അടുത്തുള്ള ടൂൾസ് ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് കാണാനുള്ളത് കുറച്ച് സ്കെയിൽസും അതുപോലെ ചെറിയ ചെറിയ സംഗതികളുമാണ് കേട്ടോ. സ്റ്റിച്ചിങ് നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനത്തെ ടൂൾസ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ ഫിജി കാർട്ടിന്ന് ത്രെഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നായിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഇതെല്ലാം നിർബന്ധമായിട്ടുള്ള സംഗതികളല്ല. നമുക്കൊരു ടേപ്പും കത്രികയും ചോക്കും മാത്രം മതി സ്റ്റിച്ചിങ് അത്യാവശ്യം ചെയ്യാനായിട്ട്. ഇത് എല്ലാം പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയാൽ മതി കേട്ടോ. അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് മെഷറിംഗ് ടേപ്പാണ്. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അതെല്ലാവരും വാങ്ങാം. പിന്നെയുള്ളത് ടൈലേഴ്സ് ചോക്കാണ് കേട്ടോ. നമുക്ക് മെഷർമെൻ്റൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോക്ക് അത്യാവശ്യമാണ്. പിന്നത്തത് കത്രികയാണ് കേട്ടോ. ഈ 3 സംഗതികളും മസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരെല്ലാവരും വാങ്ങാം. ഇതൊരു ലൈൻ ട്രേസറാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുമല്ലോ, മടക്കിയിട്ടിട്ടല്ലേ അളവുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അളവുകൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് അതിൻ്റെ പാട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഒരേപോലെ കിട്ടാനും ഒരുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും എളുപ്പമാവും. ഇതൊരു സ്ട്രെയിറ്റ് സ്കെയിലാണ്. സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അടുത്തതെന്നുള്ളത് ഇതൊരു ഹിപ്പ് സ്കെയിലാണ് കേട്ടോ. ഹിപ്പ് കർവാണ്, അതായത് ഷേപ്പ് കർവ് എന്നും പറയും ഇതിന്. ഇതിൻ്റെ വില എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതൊരു 70-80 ഒരു 100 രൂപയുടെ ഉള്ളിലാണെന്ന് തോന്നുന്നു. 70-80 ആ ഒരു റേഞ്ചിലാണ്. ചുരിദാറിൻ്റെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്യാൻ, ചുരിദാർ ഫ്രോക്ക് അതിലേക്ക് നമ്മളുടെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് L സ്ക്വയറാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് തുണിയൊക്കെ ലെവൽ ചെയ്യാനായിട്ടും നമുക്ക് ലൈൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് L സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ L സ്ക്വയർ വെച്ചിട്ട് നമ്മൾ അറ്റമൊന്നും ശരിയല്ലാത്ത ക്ലോത്തൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ L സ്ക്വയർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് ഇതൊരു ലെഗ് കർവാണ് കേട്ടോ. നമ്മളിപ്പോൾ ചുരി ബോട്ടം ഒക്കെ തയ്ക്കില്ലേ, ആ സമയത്ത് നമ്മുടെ ബോട്ടത്തിൻ്റെ ലെഗ് പോർഷൻ നല്ല ഷേപ്പിൽ വരച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് കേട്ടോ. ഇത് ഞാനങ്ങനെ ഓഫൻലി യൂസ് ചെയ്യാറില്ല. ഇത് സ്ലീവ് കർവാണ്. ഇത് ഇതുപോലെ ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിന് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൂളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഈ മരത്തിൻ്റെ ടൂളുകളൊക്കെ ഒരു സ്കെയിൽസൊക്കെ ഒരുവിധം എനിക്ക് തോന്നുന്നു 40 ഒരെണ്ണത്തുമ്പോൾ റേറ്റ് ഉണ്ടായിരുന്നു, 40-50 ആ റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. മറ്റേ ബ്ലാക്ക് കളറുള്ളതിന് കുറച്ചും കൂടെ വിലയുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ഇതൊരു മസ്റ്റ് ബൈ ആണ് കേട്ടോ. ഇത് ഫ്രഞ്ച് കർവാണ്. ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഹോൾ കർവാണ് കേട്ടോ. ഈ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് നമ്മൾ കൈക്കുഴിയൊക്കെ ഭംഗിയായിട്ട് വരച്ചെടുക്കുന്നത്. പിന്നെ നെക്കിൻ്റെ കർവ് പോർഷനൊക്കെ വരയ്ക്കാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കൈക്കുഴി കട്ട് ചെയ്യാനും സ്ലീവ് കട്ട് ചെയ്യാനും വരയ്ക്കാനായിട്ട് അത്യാവശ്യമുള്ളൊരു സാധനമാണിത്. അതെന്തായാലും എല്ലാവരും വാങ്ങുക. പിന്നെ ഇത് പിന്നാണ്, പേൾ ഹെഡ് പിന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു കപ്പിനകത്ത് സ്പോഞ്ച് കുത്തി വെച്ചിട്ട് അങ്ങനെ അതിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് എടുക്കാനുള്ള എളുപ്പത്തിന് ഇതിങ്ങനെ ഒരു പിൻ വീലിലാണ് കേട്ടോ വരുന്നത്. ഇതിനൊരു 30-35 രൂപയാണ് ഈ ഒരു വീലിന്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം പിന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ തുടക്കക്കാരാണെങ്കിലും അല്ലെങ്കിലും ഈ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് തുണികൾ അനങ്ങാതിരിക്കാൻ, ഇപ്പോൾ ലൈനിങ്ങും തുണിയൊക്കെ കൂടെ പിൻ ചെയ്യേണ്ട പോർഷൻ, കഴുത്തിൻ്റെ പോർഷനൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റിച്ചിങ് ടൂൾസ്. പിന്നെ നിങ്ങൾ താഴെ കാണുന്നത് എൻ്റെ കുട്ടിയുടെ ഒരു പ്ലേ മാറ്റാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു പ്ലേ മാറ്റാണത്. ഞാൻ വാങ്ങിയപ്പോൾ അതിന് 599 ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഒരു കാർട്ടൂൺ, ഒരു സ്റ്റോറി പോലെയാണ് ഈ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ A to Z വരെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ, നല്ലതാണ് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം നമസ്തേ കൃഷ്ണ ആൻഡ് കുമാർ.